ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് +1 സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 ദിവസത്തെ സ്റ്റഡി സെഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 20-ാം തീയതി ഞാൻ മെയിനായിട്ട് എക്കണോമിക്സ് ബ്രിഡ്ജ് കോഴ്സ് മാത്രമാണ് കണ്ടിട്ടുണ്ടായത്. അത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ആ ഒരൊറ്റ ക്ലാസ് കണ്ടു. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല സെറ്റ് ക്ലാസ് ആയിരുന്നു. എക്സാമിന് അറിഞ്ഞാണ് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ ഇത് വലിയ പ്രൊമോഷൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ കണ്ടത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ സജസ്റ്റ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ അതിൽ ആ മിസ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിൾ ഒന്ന് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് അപ്പോൾ ഒരു ലുക്കൊക്കെ കിട്ടിക്കോട്ടെ വെച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ 21-ന് എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് കുറേ ബ്രിഡ്ജ് കോഴ്സ് എനിക്ക് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് തീർക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ടൻസിയുടെ പാർട്ട് 1 ക്ലാസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയൊക്കെ അങ്ങ് പറന്നുപോയി. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ അക്കൗണ്ടൻസിൻ്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും പഠിക്കേണ്ടതല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് തുടങ്ങിയല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചത് ഇന്ന് അക്കൗണ്ടൻസിയുടെ ബ്രിഡ്ജ് കോഴ്സ് ഫുൾ കണ്ടു തീർക്കാം. പാർട്ട് 1 ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 3 പാർട്ട് കണ്ടു തീർക്കാം. അപ്പോൾ അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ നല്ലപോലെ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇത് എനിക്കെന്തോ ഒരു ഉണർവ് കിട്ടിയ പോലെയാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ചിലവരൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണോ എന്ന് കമന്റ് ചെയ്യുക. എന്തോ എനിക്ക് അങ്ങനെ ഫേസൊക്കെ ഒന്ന് ഫ്രഷ് അപ്പ് ആയ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ ക്ലാസ് കാണാൻ ഇരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ക്ലാസ് കാണാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ക്ലാസ് പാർട്ട് 1-ൻ്റെ അത്രയ്ക്ക് എനിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അന്ന് എന്തോ എൻ്റെ എക്സാം റിസൾട്ടും കാര്യങ്ങളൊക്കെ ടെൻഷനിലാണെന്ന് തോന്നുന്നു, പ്രശ്നമൊക്കെ തോന്നിയത്. അപ്പോൾ പാർട്ട് 2 എനിക്ക് കുഴപ്പമുണ്ടായില്ല, പാർട്ട് 3 കുഴപ്പമുണ്ടായിട്ടില്ല, പാർട്ട് 4 കുഴപ്പമുണ്ടായിട്ടില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ കുറച്ച് നേരം ഇരുന്നെങ്കിൽ ഞാൻ നല്ലപോലെ എന്ത് ചെയ്തു, ആ ഒരു 3 പാർട്ടും കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുകയും ചെയ്തു നോക്കി. അങ്ങനെ കുറേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, കൊമേഴ്സ് എടുത്തവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ പേര് കമൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ എല്ലാവരും ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കാണുക ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഡൗട്ട്സ് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് എന്നോട് ചോദിക്കുക എന്നുള്ള രീതിയിലൊരു ഇൻട്രാക്ഷൻ നടത്താനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ പാർട്ട് 3 കണ്ടു, പാർട്ട് 4 കണ്ടു. പാർട്ട് 4 ഒക്കെ കുറച്ച് ഇങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ ഫൈനലി ഞാൻ കണ്ടു തീർത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലാസ്റ്റ് എഴുതിയ നോട്ട്സ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒറ്റ സ്ട്രെച്ച് ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയും അടിപൊളിയായിട്ടുള്ള സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.